സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തനങ്ങളും നമുക്ക് ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ്. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. വൈകുണ്ഠസ്വാമികൾ, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല എന്ന് നോക്കാം. കേരളത്തിലെ ആദ്യകാല സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം വിഗ്രഹാരാധനയെ എതിർത്തു, അല്ലേ? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം സമത്വ സമാജം. അപ്പോൾ ആദ്യകാലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം സമത്വ സമാജം. അദ്ദേഹം ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി വിഗ്രഹാരാധനയെ എതിർത്തു. അടുത്തത് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളാണ് ആര്? ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് അറിയപ്പെടുന്നത്, SNDP. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1818 ജാതിഭേദവും മതദ്വേഷവും ഇല്ലാത്ത എല്ലാവരും തുല്യരായി കഴിയണം എന്നുള്ള ഒരു ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ പ്രധാനപ്പെട്ടത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അതുപോലെ തന്നെ ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് കുര്യാക്കോസ് ഏലിയാസ് ചവറ. വിദ്യാഭ്യാസ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. ആദ്യമായിട്ട് പള്ളികളോട് കൂടിയിട്ടുള്ള പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചവറയാണ്. അതുപോലെ തന്നെ അനാഥാലയങ്ങളും സ്ഥാപിച്ചത് ആര് തന്നെയാണ്? കുര്യാക്കോസ് ഏലിയാസ് ചവറ. അദ്ദേഹത്തിൻ്റെയാണ് പിടിയരി സമ്പ്രദായം. ചട്ടമ്പി സ്വാമികൾ ജാതി വ്യവസ്ഥയെ എതിർത്തു, യുക്തിരഹിതമായ ആചാരങ്ങളെ എതിർത്തു. ഇവിടെ നിങ്ങൾ ജാതി വ്യവസ്ഥയെ എതിർത്ത വ്യക്തി എന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക. ചട്ടമ്പി സ്വാമികൾ. അയ്യങ്കാളി, നമ്മളിവിടെ ഈ ഒരു പ്രസ്ഥാനം പഠിക്കുന്ന സമയത്ത് മനസ്സിലാകും. സാധുജന പരിപാലന സംഘം. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തു വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമരങ്ങളാണ് വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം. ഇതിന് രണ്ടിനും നേതൃത്വം കൊടുത്തത് അയ്യങ്കാളിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി, മുസ്ലിം സമുദായത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ഓക്കെ ആവും. പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. മന്നത്ത് പത്മനാഭൻ, അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ്? നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS എന്നാണ്. ഈ NSS അദ്ദേഹം പ്രധാനമായിട്ടും നായർ സമുദായത്തിൻ്റെ മുന്നേറ്റത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. പൊയ്കയിൽ യോഹന്നാൻ, അടിമത്തം, ജാതീയത തുടങ്ങിയിട്ടുള്ള തിന്മകൾക്കെതിരെ പോരാടി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പൊയ്കയിൽ യോഹന്നാൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പണ്ഡിറ്റ് കറുപ്പൻ, അദ്ദേഹത്തിൻ്റെത് അരയ സമാജം. പണ്ഡിറ്റ് കറുപ്പൻ, അരയ സമാജം. അദ്ദേഹം പിന്നാക്ക വിഭാഗങ്ങളുടെ, അതായത് സമൂഹത്തിൽ നിന്നും പുറകിൽ നിൽക്കുന്ന ആളുകളുടെ, അതായത് ഈ ഒരു അരയന്മാരുടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ. VT ഭട്ടതിരിപ്പാട്, അല്ലെ? അദ്ദേഹം നമ്പൂതിരി സമുദായങ്ങളുടെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അതായത് നമ്പൂതിരി സ്ത്രീകളുടെ ഉന്നമനം പുരോഗതിക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം യോഗക്ഷേമ സഭ. വാഗ്ഭടാനന്ദൻ, അദ്ദേഹം യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയാണ് പ്രോത്സാഹിപ്പിച്ചത്. അതായത് അനാചാരങ്ങളെ എതിർത്തു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ആത്മവിദ്യാസംഘം. നമുക്ക് ഈ ഭാഗം ഒരു മാച്ച് ദ ഫോളോവിങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സാമൂഹിക പരിഷ്കർത്താക്കളും അവരുടെ പ്രധാന പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണ്? അപ്പോൾ നിങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് വൈകുണ്ഠസ്വാമികളുടെ കണ്ണാടി പ്രതിഷ്ഠ, അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം സമത്വ സമാജം, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം
ഏതാണ്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. അയ്യങ്കാളിയുടേത് സാധുജന പരിപാലന സംഘം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം. വക്കം അബ്ദുൽ ഖാദർ മൗലവി തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. ഇത് ഈ ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങളത് കണക്ട് ചെയ്ത് പഠിച്ചോളാം. മന്നത്ത് പത്മനാഭൻ NSS നായർ സർവീസ് സൊസൈറ്റി. മന്നത്ത് NSS. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. ഇവിടെ നിങ്ങളൊന്ന് പൊയ്കയിലിൻ്റെ പിയും പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ പിയും ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ഓർത്തു വയ്ക്കുക. പൊയ്കയിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഏതാണ്? അരയ സമാജം. VT ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമസഭ. VT ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമസഭ. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം. അപ്പോൾ ഇത്രയും പ്രസ്ഥാനങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇവരുടെ മേഖലകളും ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുക. ഓക്കെ.